നേത്രാവതി എക്സ്പ്രസിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ട്രെയിൻ ഇപ്പോൾ കായംകുളത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. യാത്രക്കാരിൽ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് അപകടമുണ്ടാവാൻ കാരണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പന്നിൻ രവീന്ദ്രൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ സഞ്ചരിച്ചിരുന്ന ട്രെയിനിലാണ് തീ പടർന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷൈജു ഉണ്ട്. ഷൈജു, സംഭവത്തെക്കുറിച്ചുള്ള എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? സുഹൈല, രാവിലെ 9:45 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട ലോകമാന്യ തിലകിലേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് ഏതാണ്ട് 11:40 കായംകുളത്ത് എത്തിയ യാത്രക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് മുൻനിരയിലുള്ള AC കോച്ചിന് സമീപത്തുള്ള ജനറൽ കമ്പാർട്ട്മെന്റിൽ തീ പടർന്നതായി യാത്രക്കാർ പരിഭ്രാന്തിയോടെ വിവരമറിയിക്കുകയും റെയിൽവേ ഉദ്യോഗസ്ഥർ എത്തുകയും അഗ്നിശമന സംവിധാനം ഉപയോഗിച്ച് തീ അണയ്ക്കുകയും ചെയ്തിരുന്നു. ആ ട്രെയിനിൽ സഞ്ചരിച്ചിരുന്ന ഒരു യാത്രക്കാരൻ അദ്ദേഹം പഴയ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പോലീസിന്റെയും യാത്രക്കാരിൽ നിന്ന് ലഭിച്ചതിന്റെയും അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക നിഗമനം. അപ്പോൾ തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും റെയിൽവേ പോലീസ് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. അദ്ദേഹത്തിന് നേരിയ തോതിൽ പൊള്ളലേറ്റതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. നേരത്തെ സുഹേല സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രമുഖരടക്കമുള്ള നിരവധി യാത്രക്കാർ ഇപ്പോഴും കായംകുളം റെയിൽവേ സ്റ്റേഷൻ തങ്ങിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ട്രെയിൻ അവിടെ നിന്നും പുറപ്പെടാനുള്ള ചില സംവിധാനങ്ങളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ റെയിൽവേ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തീ പടർന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആശങ്കകളും പരിഹരിച്ചു എന്ന് വേണം പറയാൻ. അവരെ സംബന്ധിച്ചിടത്തോളം ട്രെയിൻ പുറപ്പെടുക എന്നതാണ് പ്രധാനപ്പെട്ട സംഗതി. മറുവശത്ത് പോലീസ് അറസ്റ്റ് ചെയ്തയാളെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്ന് തന്നെയാണ് റെയിൽവേയിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഷൈജു, തുടരുക. ഇപ്പോൾ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരൻ CPI നേതാവ് പന്നിൻ രവീന്ദ്രൻ, അദ്ദേഹം ട്രെയിനിലുണ്ടായിരുന്നു. അദ്ദേഹം അതേക്കുറിച്ച് വിവരിക്കും. നേത്രാവതി 9:40 തിരുവനന്തപുരത്ത് പുറപ്പെട്ട് ഇവിടെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആളുകൾ ഇറങ്ങി കയറി വണ്ടി മൂവ് ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. AC-ക്ക് തൊട്ടടുത്തുള്ള ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നത്. ഇതിൽ ഒരുപാട് യാത്രക്കാരുണ്ട്. ആ യാത്രക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള്, അയാൾ ബോംബെക്കാരാന്ന് പറയുന്നത്, അദ്ദേഹം തീ ഇട്ട് പഴയ വസ്ത്രങ്ങൾ ഇട്ട് തീ ഇട്ടിട്ട് അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. ചെറിയ പൊള്ളലുണ്ട്. അദ്ദേഹത്തിന് ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ വാർത്തകളുമായി ഷൈജു ഉണ്ട്. ഷൈജു, ഇപ്പോൾ നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? സുഹൈല, ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തമിഴ്നാട് സ്വദേശിയായ അനസ് ആണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ട്രെയിനിലുണ്ടായിരുന്ന ബാത്റൂമിനകത്തു കയറിയാണ് തീ കൊളുത്തിയത് എന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട് സ്വദേശി അനസ് ആണെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ബാത്റൂമിനകത്താണ് തീ ഇട്ടത് എന്നുമുള്ള വിവരങ്ങൾ പോലീസിൽ നിന്നും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ അഗ്നി പടർന്ന ബോഗി മാറ്റിയിട്ട് ഉള്ള പരിശോധനയും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഉന്നത ഉദ്യോഗസ്ഥർ എത്തും എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. സുഹൈല.